രാജ്മ കറി വയ്ക്കാം നമുക്കിന്ന്. അതിനായിട്ട് 250 ഗ്രാം രാജ്മ പയർ, അതായത് കിഡ്നി ബീൻ, അത് വെള്ളത്തിലിട്ട് കുതിർത്ത് വയ്ക്കണം. കുതിർത്തൊരു 4 മണിക്കൂർ മുതൽ 5 മണിക്കൂർ വരെ വെച്ചാൽ മതി. അപ്പോഴേക്കും അത് നന്നായിട്ട് കുതിർന്ന് കിട്ടും. എന്നിട്ടത് കുക്കറിലോട്ട് കഴുകി വാരി ഇട്ടിട്ട് ലെവലായിട്ട് വെള്ളം ഒഴിച്ചിട്ട് അതിന് മേളിൽ ഓരോ നുള്ളി ഉപ്പും കായവും ഇട്ട് അടച്ച് വെച്ച് ഫുൾ തീയിലിട്ടിട്ട് ഒരു വിസിലടിച്ച് കഴിയുമ്പം പിന്നെ സിമ്മിലിട്ട് ഒരു 5-6 വിസിലാവുമ്പോൾ ഓഫ് ചെയ്തിടുക. അതിനുശേഷം നമ്മൾ 2 ഒണിയൻ സ്ലൈസ് ചെയ്ത് വെക്കുക. അതുപോലെ ഒരു 10 വെളുത്തുള്ളിയും ഞുറുക്കി വെക്കണം. അതിനുശേഷം നമ്മൾ സ്റ്റൗവിൽ കടായി വെച്ചിട്ട് എണ്ണ ഒഴിച്ച് കടുക് വറുത്തതിന് ശേഷം ആദ്യം നമ്മൾ വെളുത്തുള്ളി ഗാർലിക് ഇട്ട് മൂപ്പിച്ചെടുക്കുന്നു. പച്ചമണം മാറ്റിയിട്ട് അതിനുശേഷം സവാള ഇടുമ്പോൾ അതിനകത്ത് കരിയാപ്പല ചേർത്തിടാം, ടൊമാറ്റോ ഒക്കെ ഇടാം. ഞാൻ സവാള മാത്രമേ ഇട്ടിട്ടുള്ളൂ, കരിയാപ്പലയും ഇട്ടിട്ടുള്ളൂ. അത് നന്നായിട്ട് നമ്മൾ മൂപ്പിക്കുമ്പോൾ അതിനിടയ്ക്ക് നമുക്ക് സോമ്പെന്ന് പറഞ്ഞാൽ പെരിഞ്ജീരകവും കൂടി ഇട്ടിട്ട് വേണമെങ്കിൽ സ്വല്പം ഉപ്പുമൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് അത് നല്ലതായിട്ട് വഴന്ന് വരുമ്പം നമ്മൾ മസാല അപ്പോഴത്തേക്ക് എടുത്ത് വെക്കണം. ഇതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് മസാലയുടെ അളവെല്ലാം. ആ അളവിൻ പ്രകാരം എല്ലാം എടുത്ത് ചേർത്തതിന് ശേഷം ഉപ്പൊക്കെ ഇടയ്ക്ക് നോക്കണം, ആവശ്യമുള്ള അത്രയും ചേർക്കുക. അങ്ങനെ ചേർത്തിട്ട് നമ്മൾ ഈ വേവിച്ച് വെച്ച കുക്കറിലിരിക്കുന്നത് അതിനകത്തേട്ട് തട്ടിയിട്ടിട്ട് വെള്ളം ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ ഒക്കെ ഒഴിക്കാം. ഒരു ലെവലിലൊക്കെ വെള്ളം ഒഴിക്കാം. ഒത്തിരി വെള്ളമൊന്നും ഇതിന് ആവശ്യമില്ല. ഇച്ചിരി കൊഴുത്തിരിക്കുന്ന കറിയാണിത്. അങ്ങനെ നന്നായി മിക്സ് ചെയ്ത് ഇതിനകത്ത് ഇച്ചിരി ഉപ്പ് കുറവാണ്, ഞാൻ ഇച്ചിരി ഉപ്പൂടെ ചേർത്തു. എന്നിട്ട് ഞാൻ ഇളക്കി ഇതിനി അടച്ച് വയ്ക്കാൻ പോവുക. ഒരു 10-15 മിനിറ്റിനകത്ത് ഇത് കുക്കായി കഴിയും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒന്നുകൂടെ ഓപ്പൺ ചെയ്ത് ഇളക്കി. ഇച്ചിരി താഴെ പോയി കേട്ടോ. അതിനകത്ത് ഇച്ചിരിയും ഞാൻ കായപ്പൊടിയും വെളിച്ചെണ്ണയും ഇട്ടിട്ട് അടച്ച് വെച്ചു. ഇനി നമുക്കിത് എടുത്ത് സെർവ് ചെയ്യാം. രാജ്മ കറി റെഡി.